ജനുവരി 15 തിങ്കളാഴ്ച. മാർക്കോസ് 2:18 മുതൽ 22 വരെ വാക്യങ്ങൾ. പോൾ ദ ഹെർമിറ്റ് എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ സെൻറ്റ് പോളിൻ്റെ സ്മാരക ദിനമാണ് ഇന്ന്. 16 വയസ്സ് മുതൽ 113 വയസ്സ് വരെ ഈജിപ്തിലെ തീബ്സ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പോൾ ദ ഹെർമിറ്റ്. ഏതാണ്ട് 227 ഈജിപ്തിൽ ജനിച്ചു. ഡീസിയൂസ് ചക്രവർത്തിയുടെ പീഡന കാലത്ത് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഒരു നീരുറവയ്ക്കും ഈന്തപ്പനയ്ക്കും സമീപമുള്ള ഒരു ഗുഹയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിൻ്റെ ഇലകൾ വസ്ത്രമായിട്ടും പഴങ്ങൾ ഭക്ഷണവുമായിട്ട് ഏതാണ്ട് 43 വയസ്സ് വരെ കഴിഞ്ഞു. പിന്നീട് ഒരു കാക്ക അവന് എല്ലാ ദിവസവും ഒരു അപ്പം കൊണ്ടുവരാൻ തുടങ്ങി. ഏതാണ്ട് 100 വർഷത്തോളം പിന്നീട് അദ്ദേഹം അവിടെ തന്നെ ജീവിച്ചു. ജനുവരി 15 പോൾ ദ ഹെർമിറ്റിൻ്റെ തിരുനാൾ. അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയുടെ സ്ഥലത്ത് ഇന്ന് സെൻറ്റ് പോൾ ദി ആങ്ക്രൈറ്റ്സിൻ്റെ ഒരു ആശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലം ഈജിപ്തിലെ കിഴക്കൻ മരുഭൂമിയിലെ ചെങ്കടലിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? യോഹന്നാനും ഫരീസയരും ഉപവസിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ യേശുവും അവൻ്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നില്ല എന്നതിൽ അവർക്ക് ഒത്തിരി ജിജ്ഞാസയുണ്ടായി. മണവാളൻ ഉള്ളിടത്തോളം കാലം അതിഥികൾ ആ സന്തോഷകരമായ സന്ദർഭം ആഘോഷിക്കുന്നത് തുടരുമെന്ന് യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു. ഉപവസിക്കുന്ന സമയം വരും, വരൻ അല്ലെങ്കിൽ മണവാളൻ കൂടെ ഇല്ലാത്തപ്പോൾ. ഇതിന് ഒരു ഉദാഹരണമായിട്ട് കീറിയത് ഒരു തുണിക്കഷ്ണത്തിൻ്റെ ചിത്രം യേശു പറയുന്നു. വിവേകമുള്ള ആരും ആ കീറലൊട്ടിക്കാൻ ഒരു പുതിയ മെറ്റീരിയൽ ഉപയോഗിക്കില്ല. തുണിയുടെ പഴക്കം കണക്കിലെടുക്കുമ്പോൾ അതിന് വ്യത്യാസം കൂടുന്തോറും കൂടുതൽ കീറൽ വഷളാകും. പിന്നെ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിക്കരുതെന്നും അത് അവിടെ നിന്ന് പറയുന്നു. കാരണം ആ തോൽക്കുടങ്ങൾ പൊട്ടിപ്പോകും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനാരോഗ്യകരമായ ചില പഴയ പാറ്റേണുകൾ പിന്തുടരുന്നതിന് പകരം പുതിയ എന്തെങ്കിലും ചെയ്യാൻ യേശു നമ്മെ ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്ന ആ ചെറിയ മാറ്റം എന്താണ്? ഈ മാറ്റം വരുത്തുന്നതിൽ ഞാൻ എത്രത്തോളം സീരിയസ് ആണ്? മാറ്റം അത്ര എളുപ്പമല്ല. പലപ്പോഴും നമ്മൾ പുതുവത്സര തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനം നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ്? അതിലേക്കുള്ള ആ ദിശയിലേക്ക് നീങ്ങാൻ നിങ്ങളെടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അത് എടുക്കുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 72 വർഷങ്ങൾ ദൈവം എനിക്ക് നൽകിയ ദാനത്തെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും ഒത്തിരി നന്ദി. ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.